ഗുരുഭ്യോ നമഃ. തീർത്ഥം പാപഹരം പവിത്രം അറിവിൻ സാരസ്വതം സാഗരം സാർത്ഥം നിഷ്കളമാത്മബോധമഖിലാണ്ട പ്രേമപൂർണാകരം ദീപ്തം പാദയുഗം പ്രകാശനിലയം സച്ചിത് സുഖത്തിൻ പദം സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. ഓം വിദ്യാധിരാജായ നമഃ. ശ്ലോകം 31. കുണ്ഠീകുര്യാത്മമാമംഗളമമരസരിത്പാദജയ്യാനുകൂല്യ ശ്രീകണ്ഠേശോന്വഹം യഃ ശ്രുതി മുകുടഗിരാലക്ഷണാവൃത്തിരീത്യാ ആത്മത്വേനേയതേയത് പദനളിനജുഷസ്തൂഭയത്രാപി സർവാരാധ്യം സ്ഥാനം ലഭന്തെ പരമശിവകൃപാവാർത്ഥിബീജീതരംഗം. കുണ്ഠീകുര്യാത് മമാമംഗളമമരസരിത്പാദജയ്യാനുകൂല്യ ശ്രീകണ്ഠേശ്വന്വഹം യഃ ശ്രുതിമുകുടഗിരാലക്ഷണാവൃത്തിരീത്യാ ആത്മത്വേനേയതേയത് പദനളിനജുഷസ്തു ഉഭയത്രാപി സർവാരാധ്യം സ്ഥാനം ലഭന്തെ പരമശിവകൃപാവാർധിബീജീതരംഗം. കുണ്ഠീകുര്യാത് മമ അമംഗളം അമരസരിത്പാദജയ്യാനുകൂല്യഃ ശ്രീകണ്ഠേശഃ അന്വഹം യഃ ശ്രുതിമുകുടഗിരാ ലക്ഷണാവൃത്തിരീത്യാ ആത്മത്വേന ഈയതേ യത് പദനളിനജുഷഃ തു ഉഭയത്ര അപി സർവാരാധ്യം സ്ഥാനം ലഭന്തെ പരമശിവ കൃപാവാർധിബീജീതരംഗം എന്ന് സന്ധിച്ഛേദം. അപ്പോ ഇവിടെ പറയുന്നത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ്. ശ്രീകണ്ഠൻ നമുക്കറിയാം പരമശിവനാണ്. ശ്രീകണ്ഠ ശിതികണ്ഠ കപാലഭൃത്ത് എന്ന് അമരസിംഹൻ പറയുന്നു, പര്യായം പറയുന്നു. ശിവന്റെ പര്യായം ശ്രീകണ്ഠ ശിതികണ്ഠ കപാലഭൃത്ത്. ശ്രീകണ്ഠൻ ശിതികണ്ഠ, ശിതി എന്ന് പറഞ്ഞാൽ കറുത്തത് എന്നാണ് അർത്ഥം. ശിതികണ്ഠ നീലകണ്ഠ, കപാലം ധരിച്ചിട്ടുള്ള ആ ദേവൻ. അപ്പൊ ആ ദേവൻ എന്ത് ചെയ്യണം? അന്വഹം മമ അമംഗളം കുണ്ഠീകുര്യാത്. ആ ശ്രീകണ്ഠേശ്വരൻ മമ എൻ്റെ അമംഗളങ്ങളെ കുണ്ഠമാക്കി തീർക്കട്ടെ. കുണ്ഠത എന്ന് പറഞ്ഞാൽ എന്താണ്? കുണ്ഠമായി തീരുക എന്ന് പറഞ്ഞാല് അത് പ്രചാരമില്ലാതെ എന്താണ് ക്ഷയിച്ചു പോവുക, ഇല്ലാതെയായി തീരുക എന്നർത്ഥം. കുണ്ഠത, ഇനാക്റ്റീവ് ആവുക എന്നൊക്കെ അർത്ഥമുണ്ട്. അതാണ് വികുണ്ഠം. കുണ്ഠത ഇല്ലാത്ത അവസ്ഥ ആണ് എന്തായത്? വികുണ്ഠത. അതിൽ നിന്നാണ് വൈകുണ്ഠം എന്ന പദം ഉണ്ടാവുന്നത്. വികുണ്ഠത, കുണ്ഠത, വിഗതമായ കുണ്ഠതയോട് കൂടിയ സ്ഥലം വികുണ്ഠം. അതിന്റെ അവസ്ഥയാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. ഒരിക്കലും എന്താവില്ല, പാസീവായി പോകാത്തത്, നശിച്ചു പോകാത്തത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം, വൈകുണ്ഠം എന്നുള്ളത്. ഇവിടെ കുണ്ഠമാക്കി തീർക്കട്ടെ, അതായത് അതിന് നശിപ്പിച്ചു കളയട്ടെ. എനിക്ക് ഉണ്ടാകാവുന്ന അമംഗളങ്ങളെ മുഴുവൻ ശ്രീകണ്ഠേശൻ എന്ത് ചെയ്ത? അന്വഹം. അന്വഹം എന്ന് പറഞ്ഞാൽ അഹനി. ഓരോ ദിവസവും, അഹൻ ദിവസമാണല്ലോ, അഹോരാത്രം നമ്മൾ പറയാറുണ്ട്, പകലും രാത്രിയും. അതിൽ അഹോരാത്രം എന്ന് പറയും. അപ്പൊ ഇത് തന്നെയാണ് അന്വഹം. എല്ലാ ദിവസവും നമുക്ക് ഉണ്ടാകാവുന്ന അമംഗളങ്ങളെ അദ്ദേഹം, ഈ ശ്രീകണ്ഠേശ്വരൻ, നീക്കിക്കളയുമാറാകട്ടെ. എങ്ങനെയുള്ള ശ്രീകണ്ഠേശ്വരനാണ് എന്ന് പറയുന്നു. യഹ, ഏതൊരു ദേവനാണോ എന്തായിരിക്കുന്നതാണ്? ശ്രുതി മുകുടഗിര.
വേദങ്ങൾക്ക് മുകുടം, മുകുടം എന്ന് പറഞ്ഞാൽ കിരീടം, ശിരോഭൂഷണം എന്നൊക്കെ അർത്ഥമാണ്. വേദങ്ങൾക്ക് ശിരോഭൂഷണമായി വർത്തിക്കുന്ന മഹാവാക്യങ്ങളാൽ ലക്ഷണാവൃത്തിയിലൂടെ ആത്മത്വേന ഗ്രഹിക്കുന്ന ദേവൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രുതികൾക്ക് ശിരോഭൂഷണമായി വർത്തിക്കുന്ന വാക്യങ്ങളുടെ ലക്ഷണാവൃത്തിയിലൂടെ ഗ്രഹിക്കാൻ കഴിയുന്നത് എന്ന് അർത്ഥമാണ് അതിന്. അപ്പോ അവിടെ എങ്ങനെയാണ് ശ്രുതി വാക്യങ്ങൾ എന്തിനെയാണ് ലക്ഷ്യമാക്കുന്നത് എന്നാണ്. ആ ലക്ഷ്യമാക്കുന്ന അർത്ഥത്തെ സ്വീകരിക്കുന്ന വൃത്തിയാണ് ലക്ഷണാവൃത്തി എന്ന് പറയുക, അല്ലെ? വാക്യങ്ങളുടെ അർത്ഥം സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മള് അഭിധേയാർത്ഥം, അതായത് വാച്യാർത്ഥം, പിന്നെ ലക്ഷണാർത്ഥം, ലാക്ഷണികമായ അർത്ഥം, ലക്ഷണാർത്ഥം, പിന്നെ വ്യംഗ്യമായ അർത്ഥം, വ്യംഗ്യാർത്ഥം. അപ്പൊ അതൊക്കെ ശബ്ദങ്ങൾക്കുള്ള കഴിവാണ്. വാച്യാർത്ഥത്തെ ബോധിപ്പിക്കാനുള്ള കഴിവിനെയാണ് വാചക ശക്തി എന്ന് പറയുക. അപ്പൊ വാചകം എന്ന് പറയുന്ന ഒരു ശക്തിയാണ്. വാചകം എന്ന് പറഞ്ഞ സെന്റൻസ് എന്നല്ല അർത്ഥം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും തെറ്റിച്ച് പറയുന്ന വാക്യമാണ് എന്ത്? സെന്റൻസ്. നമ്മൾ നേരത്തെ 2 പദങ്ങളെ പറഞ്ഞു. നമ്മൾ തെറ്റായിട്ട് പ്രയോഗിക്കുന്ന 2 പദങ്ങളെ നമ്മൾ പറഞ്ഞു. വിശ്വാസം എന്ന പദവും സമാധാനം എന്ന പദവും അതുപോലെ തന്നെയാണ് ഈ വാചകം എന്ന പദവും നമ്മൾ പറയുന്നത്. തെറ്റായിട്ടാണ് നമ്മൾ പലപ്പോഴും പറയാറ്. അപ്പൊ വാക്യത്തിന്റെ അർത്ഥബോധന ശക്തികളിൽ ഒന്നാണ് വാചക ശക്തി, പിന്നെ ഒന്ന് ലക്ഷണ ശക്തി, പിന്നെ ഒന്ന് വ്യഞ്ജന ശക്തി, വ്യഞ്ജിപ്പിക്കാനുള്ള ശക്തി. അപ്പോ ഈ പദങ്ങളൊക്കെ ഏതിനെയാണ്? ഈ വാക്യങ്ങൾ, മഹാവാക്യങ്ങൾ എന്ന് നമ്മൾ പറയുന്നവ. ആ വാക്യങ്ങൾ എന്തിനെയാണ്? അപ്പൊ അത് മഹദ്വാക്യമല്ല, മഹാവാക്യമാണ്. മഹദ്വാക്യം, മഹദ്വചനം, ഇത് നമ്മൾ എപ്പോഴും തെറ്റിച്ച് പറയുന്നതാണ്. മഹാവചനം എന്ന് പറഞ്ഞാൽ മഹത്തായ വചനമാണ്. മഹദ്വചനം എന്ന് പറഞ്ഞാൽ മഹാന്റെ വചനം മഹദ്വചനമാകാം. അതെന്തായിക്കൊള്ളണമെന്നില്ല, അത് മഹാവചനം ആയിക്കൊള്ളണമെന്നില്ല. മഹാന്മാരെ എപ്പോഴും പറയുന്നതൊക്കെ എന്തല്ല, നമ്മളെപ്പോഴും ധ്യാനിക്കേണ്ട വാക്കുകളൊന്നും അല്ല. ഇരിക്കട്ടെ. അപ്പൊ ഇത് എന്തിനെയാണ് ലക്ഷ്യമാക്കുന്നത്? അപ്പൊ പ്രജ്ഞാനം ബ്രഹ്മ, ഋഗ്വേദം പറയുന്നു പ്രജ്ഞാനം ബ്രഹ്മ. ആ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നത് പ്രകൃഷ്ടമായ അറിവ് തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ദ സുപ്രീം ട്രൂത്ത് എന്നാണ്. അതിനാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. വിജ്ഞാനം അതിന്റെ വിരാട്ടമ രൂപത്തിൽ ഒന്നാണെന്നാണ് പറയുന്നത്. അതിന്റെ വിരാട്ടിന്റെ രൂപത്തിൽ, വിശേഷണ രാജിക്കുന്ന രൂപത്തിൽ വിജ്ഞാനം ഒന്നാണെന്ന് പറയുന്നത്. നമ്മൾ പല ബ്രാഞ്ചസ് ആയിട്ട് നമ്മളതിനെ കാണുന്നു. പലതിനെയും നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടണിയും ഒക്കെ ആയിട്ട് നമ്മൾ വേറെ കാണുന്നു. പക്ഷെ അതിന്റെ വിരാട്ടമമായ രൂപത്തിൽ വിജ്ഞാനം ഒന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോ ആ വിജ്ഞാനം അത് പ്രകൃഷ്ടമായ രീതിയിൽ വരുമ്പോഴാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് ഋഗ്വേദം പറയുന്നത്. യജുസിലേക്ക് വരുമ്പോ അതെന്തായി തീർന്നു? അഹം ബ്രഹ്മ അസ്മി. ആ ജ്ഞാനം ഞാൻ തന്നെയാണ് എന്ന് തന്നെയാണ് അവിടെ അറിയുന്നത്. അത് ഞാൻ തന്നെയാണ്. അപ്പൊ പ്രജ്ഞാനം ബ്രഹ്മമാണ്, ആ ബ്രഹ്മം ഞാൻ തന്നെയാണ്. അത് വേറൊരാൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. ചാന്തോഗ്യോപനിഷത്തിലെ ആരുണി തന്റെ മകനായ ശ്വേതകേതുവിനെ തത് ത്വം അസി, അത് നീ തന്നെയാകുന്നു എന്ന് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ വേദവും എന്ത് ചെയ്യുന്നു? അയമാത്മാ ബ്രഹ്മ എന്ന് അഥർവവേദത്തിലും പറയുന്നു. അപ്പോ മാണ്ഡൂക്യോപനിഷത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ പറയുന്ന ഈ ബ്രഹ്മം എന്താണ്? ഇതിനെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിന് ഇണങ്ങിയ വിധത്തിൽ ആ ബ്രഹ്മം എന്ന് പറയുന്നത് ശിവൻ തന്നെയാണ് എന്ന് ശൈവന്മാര് പറയുന്നു. അത് വിഷ്ണു തന്നെയാണെന്ന് വൈഷ്ണവന്മാര് പറയുന്നു. ഇവിടെയാണ് ഇതിന് വ്യത്യാസം വരുന്നത്. ഇവിടെയാണ് ചിലർക്ക് എന്താണ് ശിവന്റെ രൂപമാണ് മനസ്സിൽ എപ്പോഴും ധ്യാനിക്കാനായിട്ട്. അതിന്റെ മുമ്പിലാണ് അവര് ഏറ്റവും എന്താണ് പറയുന്നത്, വഴങ്ങി പോകുന്നത്. അതുകൊണ്ട് അവര് ശൈവേറ്റ്സായിട്ട് ശിവനാണ് ആ ജ്ഞാനം എന്ന് പറയുന്നു. ചിലരെന്ത് പറയുന്നു? വൈഷ്ണവരാണ്. ഇത് ഒരു കാലത്ത് ഇത് വളരെയേറെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിരുന്നതാണ്. ഇവിടെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ തരും ശൈവ ക്ഷേത്രങ്ങളായി വൈഷ്ണവ ക്ഷേത്രങ്ങളായി. ഇവർ തമ്മിൽ അടിയായി, അല്ലെ? ശിവക്ഷേത്രങ്ങളിൽ എന്താണ്? കൂവളം കൊണ്ട് മാല കിട്ടും, അവിടെ നിന്ന് ഭസ്മമാണ് ആളുകൾക്ക് നൽകുന്നത് ശങ്കരൻ. നാരായണന്റെ ക്ഷേത്രങ്ങളിലാവുമ്പോ
തുളസി കൊണ്ട് മാല കെട്ടും, അവിടുന്ന് ചന്ദനമാണ് ആളുകൾക്ക് നൽകുന്ന പ്രസാദമായിട്ട് നൽകുന്നത്. അപ്പൊ എന്താണ് ഇത് തമ്മിൽ വല്ലാതെ ഏത് വാക്കുകൾ ഉച്ചരിക്കുന്നിടത്ത് വരെ ഇത് വരാൻ തുടങ്ങി. അപ്പൊ ഹരിദ്വാർ എന്ന് പറയില്ല ശൈവേറ്റ്സ്, അവരെന്താ പറയുള്ളൂ, ഹർദ്വാർ എന്നേ പറയുള്ളൂ. ഹർദ്വാർ, ഹരദ്വാരം, ഹർദ്വാർ, മറ്റൊരു ഹരിദ്വാർ, ഒരു സ്ഥലത്തിന്റെ പേരാണ് ഈ പറയുന്നത്. അപ്പോ അങ്ങനെ വന്നപ്പോ എന്താ തീർന്നു, ഇവര് തമ്മിൽ ഒരിക്കലും യോജിക്കാത്ത അവസ്ഥ വന്നപ്പോ ബുദ്ധിസം കയറി ആക്രമിക്കാൻ തുടങ്ങി. ബുദ്ധിസം അവർക്ക് ഇതൊന്നും ഇല്ലെങ്കിലുള്ള ഭേദങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ബുദ്ധിസം വന്നിട്ട് മെല്ലെ ഇതിൽ ആക്രമണം നടത്താൻ തുടങ്ങിയപ്പോഴാണ് സമന്വയത്തിന്റെ പാതയിലേക്ക് നമ്മുടെ ആളുകൾ നീങ്ങിയത്. അപ്പൊ എന്തായി തീർന്നു, ശങ്കരനും നാരായണനും കൂടി ശങ്കരനാരായണ പ്രതിഷ്ഠ നമ്മുടെ ക്ഷേത്രങ്ങളിൽ വരാൻ തുടങ്ങി. ഒരു ക്ഷേത്രത്തിൽ തന്നെ കൂവളവും തുളസിയും ചേർന്ന് മാല കെട്ടാൻ തുടങ്ങി. ഒരിടത്തു നിന്ന് തന്നെ ചന്ദനവും ഭസ്മവും കൊടുക്കാൻ തുടങ്ങി. അപ്പോ ഇങ്ങനെ അപ്പൊ നമ്മുടെ ഇവിടെ എവിടെയാണ്, വടക്ക് നമ്മുടെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ കണ്ണൂര്, എന്താണ് അതിനെ പറയുന്നത്, നമ്മുടെ രാജരാജേശ്വര ക്ഷേത്രം. അവിടെ രാജരാജേശ്വരൻ ആരാണ്? രാജരാജേശ്വരൻ അവിടെ ക്ഷത്രിയമായിട്ടുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത്. രാജരാജേശ്വരൻ ശിവനാണ്. പക്ഷെ ആ ശിവക്ഷേത്രത്തിൽ അവിടെ തുളസി ആണ് അവിടെ ഉപയോഗിക്കുന്ന, മാലയ്ക്ക് ഉപയോഗിക്കുന്ന. കൂവളം അതിനകത്ത് കയറ്റാൻ പാടില്ല എന്ന് വരെ അവിടെ വ്യവസ്ഥയുണ്ട്. അപ്പൊ അവിടെ എന്തായി തീർന്നു, അവിടെ ശിവനാണെങ്കിലും ഇതിനോട് വിരോധമില്ല എന്നുള്ള മട്ടിൽ ഇതിന്റെ എല്ലാ ഭാവങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ തളിപ്പറമ്പല്ലേ അത് ഇരിക്കുന്നത്. രാജരാജേശ്വര ക്ഷേത്രം എന്നാണ് അവർ പലരും, രാജരാജേശ്വരി ക്ഷേത്രം എന്നാണ് പലരും പറയുന്നത്. രാജരാജേശ്വരി അല്ല, രാജരാജേശ്വരൻ. ശിവൻ തന്നെ ക്ഷാത്രഭാവം ഉൾക്കൊണ്ടുകൊണ്ട് വർത്തിക്കുന്ന ഒരു ക്ഷേത്രമാണ് അവിടം. അവിടെ എന്താണ്, മണ്ഡപത്തിൽ ബ്രാഹ്മണന് നമസ്കരിക്കാൻ പാടില്ല എന്ന് വരെ ഉണ്ട് അതിന് നിയമം. പക്ഷെ എല്ലാവരും നമസ്കരിക്കുന്നുണ്ട്. കാരണം എന്താണ്, ക്ഷത്രിയന്റെ മുമ്പിൽ ബ്രാഹ്മണൻ നമസ്കരിക്കേണ്ട എന്നുള്ള ഒരു വ്യവസ്ഥ. പക്ഷെ നമസ്കരിക്കുന്നൊക്കെ ഉണ്ട് ആളുകളൊക്കെ അവിടെ നമസ്കരിക്കും. ഞാൻ പോയിട്ടുണ്ട് അവിടെ, ബ്രാഹ്മണന്റെ ഇഷ്ടം പോലെ അവിടെ നമസ്കരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഈ വൃത്തിയിലൂടെ ഈ വാക്യങ്ങൾ എന്തിനെ ലക്ഷ്യമാക്കുന്നുവോ ആ ലക്ഷ്യമായി നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് ഈ ശ്രീകണ്ഠേശ്വരനെയാണ് എന്നാണ് ഇവിടെ പറയുന്നതിന്റെ ഈ അർത്ഥം. അപ്പൊ ലക്ഷണാവൃത്തിക്കനുസരിച്ച് ആത്മാവായി അയം ആത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞ ആ ആത്മാവായി ഈയതേ എന്ന് പറഞ്ഞാൽ പ്രാപിക്കപ്പെടുന്നു. ഏതി എന്ന് പറഞ്ഞാൽ പോകുന്നു എന്നാണ്. ഈയത എന്ന് പറഞ്ഞാൽ പോകപ്പെടുന്നു എന്നാണ്. പോകപ്പെടുക എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കോൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് പോകപ്പെടുന്നു എന്ന് പറയാൻ പറ്റില്ല. ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ട്രാൻസിറ്റീവ് വെർബല്ല, അത് ഇൻട്രാൻസിറ്റീവ് വെർബാണ്, അകർമ്മകമാണ്. പക്ഷെ മലയാളത്തിലാണെങ്കിലും അത് പോകുന്നു എന്ന് പറഞ്ഞാൽ അകർമ്മക ക്രിയയാണ്. പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആരെ പോകുന്നു അല്ലെങ്കിൽ എന്തിനെ പോകുന്നു എന്നൊരു ജിജ്ഞാസ നമുക്ക് ഉണ്ടാകുന്നില്ല. സകർമ്മത്തിന്റെ ലക്ഷണം തന്നെ അതാണല്ലോ, കർമ്മം. ആരെ അല്ലെങ്കിൽ എന്തിന് എന്നൊരു ജിജ്ഞാസയ്ക്ക് പ്രസക്തി ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരമായി വരുന്നതാണ് എന്ത്, കർമ്മം എന്ന് പറയുന്നത്. ഇപ്പൊ കാണുന്നു, ആരെ കാണുന്നു, എന്തിനെ കാണുന്നു എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ പോകുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയില്ല. പക്ഷെ സംസ്കൃതത്തിലെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് അതെന്താണ്, പോകുന്നു എന്നുള്ളത് സകർമ്മകമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, പോകുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വിശ്ലേഷം സംഭവിച്ച് വേറെ ഒരു സ്ഥലത്തെ പ്രാപിക്കുകയാണ് പോകുന്നു എന്ന് പറഞ്ഞാൽ. ഗ്രാമത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഗ്രാമത്തെ ഗമനക്രിയ കൊണ്ട് ഗ്രാമത്തെ പ്രാപിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുണ്ട്, ആരെ പ്രാപിക്കുന്നു, എന്തിനെ പ്രാപിക്കുന്നു എന്ന് അതിന് പ്രസക്തിയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്, അപ്പൊ സംസ്കൃതത്തിൽ പറയുമ്പോൾ അതെന്താണ്, പ്രാപിക്കപ്പെടുന്നു എന്ന് പറയാം. മലയാളത്തിൽ പോകപ്പെടുന്നു എന്ന് പറയാൻ പറ്റില്ല, ഇംഗ്ലീഷിലും പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഗോൺ ബൈ മീ എന്നൊന്നും അവിടെ പറയുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോ എന്താണ്, ലക്ഷണാവൃത്തി അനുസരിച്ച് ഇവിടെ ഈ പറയുന്ന വേദങ്ങൾ പറയുന്ന മഹാവാക്യങ്ങൾ ലക്ഷ്യമാക്കുന്ന ഏതൊരു ചൈതന്യത്തെയാണോ നമ്മൾ സ്വീകരിക്കുന്നത്, ആ ചൈതന്യം പിന്നെ എന്താണ്, യത് പദനളിനജുഷഃ തു ഉഭയതഃ അഭി പരമശിവ കൃപാവാർദ്ധി വീജീതരംഗം സർവാരാധ്യം
സ്ഥാനം ലഭന്തേ. ഈ യത് പദനളിനജുഷ, ഏതൊരു ദേവന്റെ പദനളിനം, പദം പാദം, പാദമാകുന്ന നളിനം, നളിനം പത്മം, പാദ പത്മത്തെ ആശ്രയിക്കുന്നവരാണോ, അതിനെ പ്രാപിക്കുന്നവരാണോ, പാദപങ്കജങ്ങളെ ആശ്രയിക്കുന്നവരാണോ, ഉഭയത്ര അഭി. ഉഭയത്ര അഭി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിടത്തും, അവിടെയും അവിടെയും ഇവിടെയും, രണ്ടിടത്തും. അതായത് ഇഹലോക പരലോകങ്ങളിൽ, അഥവാ ജന്മജന്മാന്തരങ്ങൾ, പല പല ജന്മജന്മാന്തരങ്ങൾ, അല്ലെ? അങ്ങനെ പറയുന്നില്ലേ? അവിടെ അവിടെ എന്നുള്ള പദം പ്രയോഗിക്കുമ്പോൾ ചിലയിടത്ത് എന്താണ് അവിടെ എന്നുള്ളത് പരലോകം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും. അപ്പോ അല്ലെങ്കിൽ എന്ത് പറയും? മറ്റൊരു ജന്മത്തിൽ എന്നറിയും. ഇപ്പൊ മാംസത്തെ പറ്റി പറയുമ്പോൾ മാം സഹ, മാം മാം എന്ന് ഈ പദം, ഇത് രണ്ട് പദങ്ങളാണ് എന്നാണ് മനു ഒരിടത്ത് പറയുന്നുണ്ടത്. മാം എന്ന് പറഞ്ഞാൽ എന്നെ എന്നർത്ഥം. മാം വിദ്ധി ജനകാത്മജാം, എന്നെ ജനകാത്മജയായി അറിയൂ. സഹ എന്ന് പറഞ്ഞാൽ അവൻ എന്നർത്ഥം. അപ്പൊ മാം സഹ എന്ന് പറഞ്ഞാൽ എന്നെ അവൻ എന്നാണ് അത്ര ഈ പദത്തിന്റെ അർത്ഥം. അപ്പൊ മനു ഒരിടത്ത് പറയാണ്, വളരെ ഒരു ചെറിയൊരു തമാശയും കൂടെ അതിലുണ്ട്. മാംസസ്യ ഭക്ഷയിത അമുത്ര യസ്യ മാംസം ഇഹ അഗ്ന്യഹം ഇത് മാംസസ്യ മാംസത്വം പ്രവദന്തി മനീഷിണഃ. ഏതൊരു മൃഗത്തെ, ഏതൊരു ജീവിയെ ഞാൻ ഇവിടെ തിന്നുന്നുവോ, അടുത്തൊരു ജന്മത്തിൽ അവൻ എന്നെ തിന്നുമത്രേ. മാംസ ഇത് മാംസസ്യ മാംസത്വം പ്രവദന്തി മനീഷിണഃ. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മാംസം ഭക്ഷിക്കരുത് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഒഴിവാക്കി കൂടെ എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ഒരു ജീവിയെ പിടിച്ചു കെട്ടുക, അതിനെ കൊല്ലുക, അതിന്റെ കരച്ചിലും അതിന്റെ രക്തവും എല്ലാം കൊണ്ടാകെ പങ്കിലവും ആകെ മനസ്സിനെ അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് അത് ഉണ്ടാക്കുന്നത്. അത്രയ്ക്കൊക്കെ ആവുമ്പോ ഇത്രയും സങ്കടം സഹിച്ചിട്ട് ഇത് കഴിക്കണോ എന്നാണ് വാസ്തവത്തിൽ ചോദിച്ചിരിക്കുന്നത്, അല്ലാതെ കഴിക്കരുതെന്നല്ല. അതുകൊണ്ടാണ് ക്ഷത്രിയനും പിന്നെ ആർക്കാണ് ബ്രാഹ്മണനും പഞ്ചനഖാഭക്ഷ്യാഹ, പഞ്ചനഖങ്ങളായ 5 ജീവികളെ മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പഞ്ചനഖ ഭക്ഷ്യാഹ. അത് ബാലിയാണ്, രാമായണത്തിൽ ബാലി അത് പറയുന്നുണ്ട്. എന്തിനാണ് എന്നെ ഈ മൃഗത്തെ കൊന്ന്, ഈ കുരങ്ങനെ കൊന്ന് തിന്നാൻ പാടില്ലല്ലോ നിങ്ങൾക്ക്? അതിന് തൊലി എടുക്കാൻ പാടില്ല, അസ്ഥി എടുക്കാൻ പാടില്ല, അതിന് രോമം എടുക്കാൻ പാടില്ല, പിന്നെ എന്തിനു കൊന്നു എന്നവിടെ ബാലി ചോദിക്കുന്ന അവിടെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം അവിടെയുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ പലപ്പോഴും നിയമങ്ങളെയും നമ്മൾ ശരിക്ക് ഉൾക്കൊള്ളുന്നില്ല, എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഉൾക്കൊള്ളുന്നില്ല. ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെ രണ്ടിടത്തും എന്ന് പറയുമ്പോ എന്താണ്, നമ്മൾ ശരിക്കും ഇവിടെ മുക്തി പ്രാപിക്കുമ്പോൾ പിന്നെ അങ്ങനെ ഒരു ഭക്ഷണത്തിന്റെ ആവശ്യം വരുന്നില്ല. അപ്പോ പരലോകം എന്ന് പറയുമ്പോൾ ദേവലോകം മുതലായിട്ടുള്ളവ പോലും എന്തല്ല, മോക്ഷമല്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെ എവിടെയും രണ്ട് ലോകങ്ങളിലും എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? പരമശിവ കൃപാവാർദ്ധി വീജി തരംഗം സർവ ആരാധ്യം സ്ഥാനം ലഭന്തേ. സർവ ആരാധ്യമായ സ്ഥാനത്തെ പ്രാപിക്കുന്നു, എല്ലാ വിധത്തിലും ആരാധിക്കത്തക്കതായ സ്ഥാനത്തെ പ്രാപിക്കുന്നു. അത് എങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത്. പരമശിവന്റെ കൃപാവാർദ്ധി, വാർദ്ധി എന്ന് പറഞ്ഞാൽ വാർദ്ധി സമുദ്രം, വാരി ജലം. അപ്പോ വാരി ജലം, വാർദ്ധി വാരിന്റെ ധി സമുദ്രം. വാർദ്ധിയുടെ പരമേശ്വരന്റെ കൃപയുടെ വാർദ്ധിയുടെ, വാർദ്ധി കൃപയാകുന്ന സമുദ്രത്തിന്റെ വീജി തരംഗം, വീജി തരംഗം. വീജി എന്ന് തന്നെ പറഞ്ഞാൽ എന്താണ്? വീജി എന്ന് തന്നെ പറഞ്ഞാല് തരംഗമാണ്, അല്ലെ? ജലഭംഗം, ഊർമിയാണ് വീജി. തരംഗം എന്ന് പറഞ്ഞാലും ഊർമിയാണ്, അതായത് വേവ്സ്, തരംഗമാണ്. അപ്പൊ വീജി തരംഗം എന്ന് പറഞ്ഞാലോ വീജിയുടെ തരംഗം എന്ന്. അപ്പൊ രണ്ടാമത്തെ തരംഗം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷണാവൃത്തി അനുസരിച്ച് അതിന്റെ പരമ്പര എന്ന അർത്ഥം ഉണ്ടാകും. മുഖ്യമായ അർത്ഥം ബാധിക്കപ്പെടുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? അതുമായി ബന്ധപ്പെട്ട ലാക്ഷണികമായ അർത്ഥം വരുന്നത്. അപ്പൊ വീജി തരംഗം, വീജി തരംഗമാണ്, തരംഗവുമാണ്. അപ്പൊ രണ്ടും
വേവ് എന്ന അർത്ഥം വരുമ്പോ എന്താണ്? വീജി തരംഗം എന്ന് പറയുന്നത് തരംഗന്യായേന, സമുദ്രത്തിലെ തരംഗന്യായേന ശ്രീ പരമേശ്വരന്റെ കടാക്ഷബീജികൾ നമ്മളിലേക്ക് വരിക. തരംഗന്യായനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തിര അടിച്ചാൽ അവിടെ നിൽക്കുന്നില്ല, വീണ്ടും എന്താണ്? വീണ്ടും തിര വന്നുകൊണ്ടേ ഇരിക്കുന്നു, അല്ലെ? അങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ വരുന്നത് പോലെ ശ്രീ പരമേശ്വരന്റെ കടാക്ഷം നിരന്തരമായി നമ്മളിലേക്ക് ഉണ്ടാകുന്നത് ഈ രൂപത്തെ, ഈ ശ്രീകണ്ഠേശനെ ധ്യാനിക്കുന്നത് കൊണ്ട് ഇപ്രകാരമുള്ള കടാക്ഷം നിരന്തരമായി ലഭിക്കത്തക്ക സ്ഥാനം ലഭന്തേ, സ്ഥാനത്തെ പ്രാപിക്കുന്നു. അപ്പോ ഏതൊരവസ്ഥയിലാണോ ശ്രീ പരമേശ്വരന്റെ കടാക്ഷത്തെ നിരന്തരമായി നമുക്ക് ലഭിക്കാൻ കഴിയുന്നത്, ഏത് ന്യായേനമാണ്? വീജി പരമ്പര ന്യായേന, ബീജികൾ നിരന്തരമായി വരുന്നത് പോലെ ശ്രീ പരമേശ്വരനാൽ നിരന്തരമായി എന്താണ് കടാക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അതെന്താണ്? അമര സരിത്പാദ ജയ്യ ആനുകൂല്യ, അമര സരിത്പാദ ജയ്യ ആനുകൂല്യ. അമരസരിത്ത് നമുക്കറിയാം എന്താണ്? അമരസരിത്ത് എന്താണ്? സരിത്ത് നദിയാണ്. അമരനദി ഗംഗാനദി. ഗംഗാനദിയുടെ പതനത്തെയും വെല്ലുന്ന ആനുകൂല്യങ്ങളോട് കൂടിയവനായിട്ടുള്ള അമരസരിത്ത് പതിക്കുന്ന സ്ഥലം, അല്ലെ? അത് വളരെ എന്താണ്? അത് വളരെ പാവനമായിട്ടുള്ള സ്ഥലമാണ്. അത് എവിടെയാണ് നമ്മൾ പറയുന്നത്? ഹിമാലയത്തിലെ മാനസ സരസ്, ഇങ്ങനെയല്ലേ നമ്മുടെ സങ്കല്പം? അങ്ങനെയല്ലേ? എന്താണ്? ഭഗീരഥൻ ഗംഗയെ താഴേക്ക് കൊണ്ടുവന്നപ്പോ എന്തുണ്ടായി? അതിന്റെ പതനത്തെ താങ്ങുന്നതിന് ആരെങ്കിലും വേണം, അതിനുള്ള ഒരു ശക്തി വേണം. വേണമെങ്കിൽ എന്ത് ചെയ്ത് വീണ്ടും ശിവനെ പ്രസാദിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജടാകലാപത്തിലേക്ക് അത് വീഴ്ത്തിയത്. അങ്ങനെ ജടാകലാപത്തിൽ വീഴ്ത്തിയപ്പോ അത് അവിടെ നിന്നു, അല്ലെ? എന്നിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് നിബന്ധിച്ച സ്ഥലമാണ് ഏത്? മാനസ സരസായിട്ട് നമ്മൾ പറയുന്നത്. അവിടെ അത് സരസായി അങ്ങനെ അവിടെ നിലകൊള്ളുന്നു എന്നാണ്. വാസ്തവത്തിൽ അത് ആ പറയുന്നതിൽ എന്തുണ്ട്? ഈ പറയുന്നതിൽ വലിയ ഒരു ആശയമുണ്ട്, അതിൽ ഇക്കോളജി ഉണ്ട്, അതുപോലെ തന്നെ ജ്ഞാനത്തിന്റെ അധസംക്രമണവും അതിൽ പറയുന്നുണ്ട്. വൈദികമായ ജ്ഞാനം ആദ്യം ആരുടെ ശിരസിലാണ് ഉണ്ടായത്? ഉഗ്രപ്രഭാവന്മാരായ മഹർഷിമാരുടെ, ശ്രീ പരമേശ്വരനെ പോലെ ഉഗ്രപ്രഭാവന്മാരായ മഹർഷിമാരുടെ ശിരസിലാണ് ആ ജ്ഞാനം ഉദയം കൊണ്ടത്. അതിന്റെ ഒരു പ്രതീകമാണ് എന്ത്? ഗംഗ ശിവന്റെ ശിരസിലേക്ക് വന്നു എന്ന് പറയുന്നത്. സ്വർഗംഗ ശിവന്റെ ശിരസിലേക്ക് വന്നു. സ്വർഗീയമായ ജ്ഞാനം ആരിലേക്ക് വന്നു? മഹർഷിമാര് ദർശിച്ചു. പക്ഷെ അവര് എവിടെ എത്തിയില്ല? സാധാരണ ജനങ്ങളിലേക്ക് എത്തിയില്ല. അവിടുന്ന് പിന്നെ ഗംഗ ഭൂമിയിലേക്ക് നിപതിച്ച് എവിടെയാണ്? ജന്നു മഹർഷിയുടെ ആശ്രമത്തിൽ പോയി ജന്നു മഹർഷിയെ പാനം ചെയ്തു. അപ്പൊ എന്താണ്? ശിവനെ പോലെ ഉഗ്രപ്രതാപികളല്ലെങ്കിലും എന്താണ്? ഒരു രണ്ടാം ഘട്ടത്തിൽ വരുന്ന മഹർഷിമാരുടെ ഉള്ളിൽ ആ ജ്ഞാനം എത്തി. അതാണ് എന്ത്? ബ്രഹ്മസൂത്രങ്ങളുടെ രൂപത്തിൽ ആ ജ്ഞാനം അവിടെ എത്തി. അപ്പോഴും അത് ജനങ്ങളിലേക്ക് എത്തിയില്ല. ജനങ്ങളിലേക്ക് എത്തിയത് എപ്പോഴാണ്? അത് ഭഗവത്ഗീതയിലൂടെ, മൂന്നാമത്തെ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോ ഉപനിഷത്ത് ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ തന്നെ ദർശനമാണ്. ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, പിന്നെ ഭഗവത്ഗീത. അപ്പൊ അതാണ് ഏതാണ്? അത് ഈ ഗംഗയുടെ മൂന്നാമത്തെ ഘട്ടമാണെന്നാണ് പറയുന്നത്. ഭഗീരഥനെ അനുസരിച്ച് എന്താണ്? ഒരു കൈവഴി, അളകനന്ദ എന്നുള്ള കൈവഴി പാതാളത്തിലേക്ക് ചെന്നതുപോലെയാണ് ഭഗവത്ഗീത, ശ്രോത്രപേയമായ ഭഗവത്ഗീത എല്ലാവരിലേക്കും എത്തിയതെന്ന് പറയുന്നത്. അപ്പൊ ഈ ഗംഗയുടെ പ്രപതനമാകുന്ന മാനസ സരസ് എന്ന ആ സ്ഥാനം എത്രമാത്രം പാവനമാണോ ആ പാവനത്വത്തെയും വെല്ലുന്ന പാവനതയോടുകൂടിയ അവസ്ഥയെയാണ് ഈ ഈശനെ ധ്യാനിക്കുന്നതിലൂടെ ഒരു ഭക്തൻ പ്രാപിക്കുന്നത്. ആ ഭക്തനിൽ എന്തുണ്ടാകുന്നു? ഈശ്വരന്റെ കൃപാകടാക്ഷം നിരന്തരമായി ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നെ ഏറ്റവും ആത്യന്തികമായിട്ട് എന്തിനു സാധിക്കുന്നു? വേദങ്ങൾ പറയുന്ന ആ പരമാത്മ ചൈതന്യം, ബ്രഹ്മം തന്നെയാകുന്ന ആ ചൈതന്യം തന്നെയാകുന്ന ശിവനെ എന്ത് ചെയ്യാൻ കഴിയുന്നു? പ്രാപിക്കാൻ കഴിയുന്നു. അതിനോട് സായുജ്യം അടയുന്നു. ചിലർ വിഷ്ണുപദം പോവുക എന്നൊക്കെ പറയും. അത്
വിഷ്ണുഭക്തന്മാര് വിഷ്ണുപദം പോകുക എന്ന് പറയും. ഇവിടെ എന്താണ്? ശിവനുമായി സായുജ്യം അടയുവാൻ കഴിയും. ശിവനെയാണ് എന്തായിട്ട് പറഞ്ഞിട്ടുള്ളത്? സംഹാരത്തിന്റെ ദേവനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സംഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിലേക്ക് ആഗിരണം ചെയ്യുന്നതാണ്, ആശ്ലേഷിക്കുക. പിതാവ് മാതാപിതാക്കന്മാരായിട്ടാണ് പാർവതി പരമേശ്വരന്മാരെ പറഞ്ഞിട്ടുള്ളത്. മാതാപിതാക്കന്മാർ എപ്രകാരമാണോ വാത്സല്യാതിരേഖം കൊണ്ട് കുഞ്ഞുങ്ങളെ തങ്ങളിലേക്ക് അങ്ങോട്ട് ചേർക്കുന്നത്, അതുപോലെ ചേർക്കുന്നു. അതാണ് സംഹാരം എന്ന് പറയുന്നത്. അതെന്തല്ല, ഭീതിജനകമായിട്ടുള്ള ഒരവസ്ഥയല്ല, തന്നിലേക്ക് തന്നെ അങ്ങോട്ട് സ്വീകരിക്കുകയാണ്. അങ്ങനെ ശിവനുമായിട്ട് എന്തായിത്തീരുക? സയുക്കായിത്തീരുക, സായുജ്യം പ്രാപിക്കുവാൻ കഴിയുക, കൈവല്യം അണയുവാൻ കഴിയും എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഈ ദേവൻ വേദങ്ങൾക്ക് എന്താണ്? ശിരോഭൂഷണമായി വർത്തിക്കുന്ന ആ പരമാത്മ ചൈതന്യം തന്നെയാണ്. ഈ ദേവനെ നിരന്തരമായി ധ്യാനിക്കുന്നവർ ദേവന്റെ കൃപാകടാക്ഷം എല്ലായ്പ്പോഴും ലഭിക്കുന്നതായ എന്താണ് സ്ഥിതിവിശേഷങ്ങളിലേക്ക് വരികയും ഒടുവിൽ ആ ദേവനുമായി സാക്ഷാത്കാരം സായുജ്യം അടയുകയും ചെയ്യും എന്ന് ഇതിന്റെ അർത്ഥം. ഏതാണ്ട് ഇത് നിർത്താമെന്ന് തോന്നുന്നു അല്ലെ? വളരെ സ്പഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായി? കുണ്ടീകുര്യാത് മമ മമ അമംഗലം അമരസരിത്പാദ ചെയ്യാനുകൂല്യ ശ്രീകണ്ഠേശോന്വഹം യഃ ശ്രുതിമുകുടഗിരാ ലക്ഷണാവൃത്തിരീത്യ ആത്മത്വേനേയതേയത് പദനളിനജുഷസ്തു ഉഭയത്രാപി സർവാരാധ്യം സ്ഥാനം ലഭന്തേ പരമശിവ കൃപാവാർദ്ധി വീചീതരംഗം. ആയിക്കോട്ടെ. വേദങ്ങൾ ഓരോന്നിനും കിരീടമായി കൊണ്ടാടും മഹാവാക്യങ്ങളാൽ ലക്ഷണാവൃത്തി കൊണ്ടാത്മസ്വരൂപമായ ഏതൊരു ദേവദേവൻ സാക്ഷാത്കരിക്കപ്പെടുന്നുവോ, ഏതൊരു ദേവപാദ പങ്കജം പണിയും സാധകരെ ഇഹപരലോകങ്ങളിൽ പരമശിവ കൃപാസമുദ്രത്തിരകൾ തഴുകി സമാരാധ്യരാക്കുന്നുവോ, പുണ്യഗംഗാ നദീ പ്രവാഹത്തെ വെല്ലും പാവനത്വമാർന്നു ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ വിരാജിക്കുമാദേവൻ പരമശിവൻ എന്നുമെൻ അമംഗളങ്ങളെ ഇല്ലായ്മ ചെയ്തിടട്ടെ. തെറ്റൊന്നുമില്ല, നന്നായിട്ടുണ്ട്. ഇനി അവ്യാത്സേവ്യ ശ്രീഅനന്താലയ വസതിരുദർക്കാർദ്രമാരത്നഗർഭാമുക്താംഗ സോയം അസ്മാൻ നിരുപമ കരുണാപൂർണ ദൃക്പത്മനാഭഃ സേവാവൃത്യാ സമേതായിവ യദനുപമേധാംനി തിഷ്ടന്തി ദേവാ ബ്രഹ്മ ഈശാന അച്യുതാദ്യ സുഖമയ പരമാദിത്യബിംബ സ്വഭാവാഃ. അവ്യാത് സേവ്യഃ ശ്രീ അനന്താലയ വസതിഹി ഉദർക്കാർദ്രം ആരത്ന ഗർഭാമുക്താംഗഃ സഹ അയം അസ്മാത് നിരുപമ കരുണാപൂർണ ദൃക് പത്മനാഭഃ സേവാവൃത്യ സമേതാഃ ഇവ യദനുപമേ ധാംനി തിഷ്ടന്തി ദേവാഃ ബ്രഹ്മ ഈശാന അച്യുതാദ്യാഃ സുഖമയ പരമാദിത്യ ബിംബസ്വഭാവാഃ എന്ന് ഇതിന്റെ പദച്ഛേദം. അപ്പൊ ഇവിടെ എന്താണ്? സഹ അയം അസ്മാൻ ഉദർക്കാത് അവ്യാത്. അവ്യാത് എന്ന് പറഞ്ഞാൽ രക്ഷിക്കട്ടെ എന്ന് അർത്ഥമാണ്. രക്ഷണം ചെയ്യട്ടെ, രക്ഷിക്കട്ടെ എന്ന് അർത്ഥം. സഹ അയം ദേവ, ആ ദേവൻ. ഏത് ദേവനാണ്? ശ്രീപത്മനാഭ സ്വാമിയാണ് ഇവിടെ പറയുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അനന്തശയനത്തെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. സഹ അയം അസ്മാൻ ഉദർക്കാത് അവ്യാത്. ഉദർക്ക
ഉദർക്കണം ചെയ്യപ്പെടുന്ന അവസ്ഥകളിൽ നിന്ന് രക്ഷിക്കട്ടെ എന്നാണ്. അപ്പൊ ഉദർക്ക എന്ന് പറഞ്ഞാൽ അർക്ക ശബ്ദത്തിന് സൂര്യൻ എന്നാണ് അർത്ഥം, ശോഭിക്കുന്നത് എന്നർത്ഥം, ഉയർന്നു ശോഭിക്കുന്നത് എന്നൊക്കെ അർത്ഥമുണ്ട്. അതായത് നമുക്ക് എപ്പോഴും വരാൻ പോകുന്ന ഒരു അവസ്ഥാവിശേഷം ഉയർന്നുല്ലസിക്കുന്നുണ്ട്, ഉയർന്നു ശോഭിക്കുന്നുണ്ട്. അതെന്താണ് ഈ ഉയർന്നു ശോഭിക്കുന്നത്? നമ്മുടെ കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്താൽ അതിന് അനുസൃതമായി നമുക്ക് സ്പൃഹണീയമായിട്ടുള്ള സുഖാനുഭൂതിയെ ഉളവാക്കുന്ന ചില അവസ്ഥാവിശേഷങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ദുഷ്കർമ്മങ്ങളാണ് ചെയ്തതെങ്കിൽ അതിന് അനുകൂലമായിട്ട് നമുക്ക് പ്രതികൂല സംവേദ്യങ്ങളായിട്ടുള്ള ചില അവസ്ഥാവിശേഷങ്ങൾ നമുക്കായി തെളിഞ്ഞ് വരുന്നുണ്ട്. ഇത് രണ്ടിൽ നിന്നും നമ്മളെ രക്ഷിക്കണം എന്നാണ് പറയുന്നത്. സുഖം എന്ന് പറഞ്ഞാൽ ഖം എന്ന പദത്തിന് അർത്ഥം ഇന്ദ്രിയം എന്നാണ്. ഖം ഇന്ദ്രിയം, ഇന്ദ്രിയങ്ങൾക്ക് സുഷ്ടു നന്നായി അനുഭവപ്പെടുന്നതിനെയാണ് സുഖം എന്ന് പറയുക. ഇന്ദ്രിയങ്ങൾക്ക് പ്രതികൂലമായി അനുഭവപ്പെടുന്നതിനെയാണ് ദുഃഖം എന്ന് പറയാം. പ്രതികൂല സംവേദ്യം ദുഃഖവും അനുകൂല സംവേദ്യം സുഖവുമാണ്. അപ്പൊ ഖം എന്നുള്ള പദത്തിന് അവിടെ ഇന്ദ്രിയം എന്നാണ് അർത്ഥം. അപ്പൊ ഇന്ദ്രിയത്തിന് സുഷ്ടു ആയിട്ടുള്ളത് സുഖവും ഇന്ദ്രിയത്തിന് ദുഃഖം ആയിട്ടുള്ളത് ആയിട്ടുള്ളത് ദുഃഖവുമാണ്. ഇത് രണ്ടു വിധത്തിലുമുള്ളതായ ഒരു അവസ്ഥാവിശേഷം ഉയർന്ന് ഉല്ലസിക്കുന്നുണ്ട്, നമുക്ക് അനുകൂലമായിട്ട്. അപ്പൊ അവിടെയാണ് നമ്മുടെ ഒരു ജന്മത്തിന് അനുസൃതമായിട്ട് നമുക്ക് എന്തുണ്ട്, ഇവിടെ ചെയ്ത കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ട് ഒരു അവസ്ഥാവിശേഷം ഉണ്ട്. അപ്പൊ അതാണ് നമ്മള് ഈ അന്ത്യേഷ്ടിയില് ശവശരീരം അഗ്നിക്ക് ഇരയാക്കുന്നതിന് മുൻപ്, അഗ്നിക്ക് ചിത കൊളുത്തുന്നതിന് മുൻപ് ഒരു മന്ത്രം ഇങ്ങനെയുണ്ട്. എന്താണ് അത്? സൂര്യം ചക്ഷുർഗച്ഛതു. നമ്മളതിനെ പറഞ്ഞിട്ടുണ്ടോ? സൂര്യം ഏതെങ്കിലും സന്ദർഭത്തിൽ പറയേണ്ടായിട്ടുണ്ടോ? സൂര്യൻ ഉണ്ടോ? ഇല്ല. സൂര്യം ചക്ഷുർഗച്ഛതു വാദമാത്മാ ദ്യാം ച ഗച്ഛ പൃഥിവീം ച കർമ്മണ ആപോവ ഗച്ഛ യദി തത്ര തേ ഹിതം ഓഷധിഷു പ്രതിഷ്ഠ ശരീരൈഹി എന്ന് പറയുന്ന ഒരു മന്ത്രം ഉണ്ട് അവിടെ. ചിത കൊടുക്കുന്നതിന്റെയൊക്കെ മുമ്പാണ് അത്. അതിനു മുമ്പ് നമ്മുടെ സംവാദ സൂക്തമുണ്ട്, ഐകമത്യ സൂക്തമുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതിന് മുമ്പ് ഇങ്ങനെ ഒരു മന്ത്രവും കൂടി ഉണ്ട്. അപ്പൊ അത് ചിലപ്പോ വീട്ടിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് ചൊല്ലുന്ന കേട്ടിട്ടുണ്ട്, ചിലപ്പോ അത് ചിതയിൽ വെക്കുന്നതിന് മുമ്പായിട്ട് ചൊല്ലുന്നുണ്ട്. അപ്പൊ അവിടെ സൂര്യം ചക്ഷുർ ഗച്ഛതു, ഇയാളുടെ ശരീരം എന്താണ്? ശരിക്കും ശരീരം എന്ന പദം അന്വർത്ഥമായി തീരുകയാണ്. ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശരണം സംഭവിക്കുന്നതാണ്. വിശരണം ശീര്യതേ വിശീര്യതേ, വിശരണം സംഭവിക്കുന്നു, ഡീകമ്പോസ് ചെയ്യപ്പെടുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അതാണ് നമ്മൾ പഞ്ചത്വം ഗമിക്കുക എന്നും പറയുക. പഞ്ചമഹാഭൂതങ്ങള് അതത് ഭൂതങ്ങളിലേക്ക് പോയി, പഞ്ചത്വം ഗമിച്ചു. വേറെ ചിലതിന് മറ്റൊരർത്ഥം പറയുന്നുണ്ട്, ശൈശവം, ബാല്യം, യൗവനം, വാർദ്ധക്യവും കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചാമതൊരവസ്ഥ മൃത്യു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ യുക്തിസഹമായിട്ടുള്ളത് എന്താണ്? അതത് ഭൂതങ്ങളിലേക്ക് ലയിക്കുന്നു എന്നാണ്. അപ്പൊ നിന്റെ ചക്ഷുസ് പ്രധാനപ്പെട്ട ഇന്ദ്രിയമാണ്. സൂര്യം ചക്ഷുർഗച്ഛതു, ചക്ഷുസിന്റെ ദേവൻ സൂര്യനാണ്. ആ സൂര്യനിലേക്ക് തന്നെ, അഗ്നിയാണല്ലോ, ആ അഗ്നിയിലേക്ക് തന്നെ നിന്റെ ചക്ഷുസ് പോകട്ടെ. ഇനി പ്രാണൻ എന്ത് സ്വരൂപമാണ്? വായുവിന്റെ സ്വരൂപമാണ്. പ്രാണം എന്താണ്? വായു എന്തിനേക്ക് പോകട്ടെ? സൂര്യം ചക്ഷുർഗച്ഛതു വാദത്തിലേക്കാണ് പ്രാണൻ വാദത്തിലേക്ക് പോകട്ടെ. ആ പോവാ ഗച്ഛ, അല്ലെങ്കിൽ നിന്റെ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ഭാഗം എന്താണ്? ജലമാണ്. ആ പോവാ ഗച്ഛ, അതെല്ലാം എന്ത് ചെയ്യട്ടെ? അത് ജലത്തിലേക്ക് തന്നെ പോകട്ടെ. ഇനി എന്താണ്? ആ പോവാ ഗച്ഛ. ഇനി യതി തത്ര തേ ഹിതം ഓഷധിഷു, നിനക്ക് ഇനി നിന്റെ ശരീരം എന്തൊക്കെ പറഞ്ഞു? സൂര്യം ചക്ഷുർ ഗച്ഛതു വാദമാത്മാ ദ്യാം ച ഗച്ഛ. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യുക? നീ ദ്വിലോകങ്ങളിലേക്ക് പോവുക, സ്വർലോകങ്ങളിലേക്ക് പോവുക, അല്ലെ? ഭൂവർലോകം, സ്വർലോകം, മഹർലോകം, അല്ലെ? മുതലായിട്ടുള്ള ലോകങ്ങളുണ്ട്. അങ്ങനെയുള്ള ലോകങ്ങളിലേക്ക് പോവുക. നിന്റെ ആത്മാവ് അങ്ങനെയുള്ള ലോകങ്ങളിലേക്ക് പോകട്ടെ. അല്ലെങ്കിൽ പൃഥിവീം ച ധർമ്മണ, നിന്റെ ധർമ്മത്തിനനുസരിച്ചിട്ട് നീ പൃഥിവിയിലേക്ക് തന്നെ വരിക. അതായത് ഞങ്ങൾക്ക്
നിങ്ങൾക്ക് അതില് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ നിസ്സഹായാവസ്ഥയാണ്. നമ്മളവിടെ പറയുന്നത് ദ്യാം ച ഗച്ഛ പൃഥിവീം ച ധർമ്മണ യദി തത്ര തേ ഹിതം. അവിടേക്കാണ് അങ്ങയുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ച് അങ്ങേക്ക് ഹിതമായിരിക്കുന്ന സ്ഥാനം. അവിടെയാണെങ്കിൽ അവിടെ നിന്നാണ്. എന്റെ ഈ മന്ത്രം ചൊല്ലല് കൊണ്ടോ എന്റെ പ്രാർത്ഥന കൊണ്ടോ അങ്ങയുടെ വിധിയെ എനിക്ക് മാറ്റിമറിക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ നിസ്സഹായാവസ്ഥയാണ് അവിടെ ശരിയായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദ്യാം ച ഗച്ഛ പൃഥിവീം ച ധർമ്മണ ആപോവ ഗച്ഛ. അപ്പോ എന്താണ്? സ്വർലോകങ്ങളിലേക്കോ ഭൂമിയിലേക്കോ അല്ലെങ്കിൽ ജലത്തിലേക്കോ, അങ്ങനെയും ആകാം. ചിലപ്പോ ജലജീവികളായിട്ടോ ജലസസ്യങ്ങളോ ഒക്കെല്ലോ. ജലത്തിൽ ജന്തുക്കളുണ്ട്, സസ്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. ആപോവ ഗച്ഛ യദി തത്ര തേ ഹിതം ഓഷധിഷു. ചിലപ്പോ ഓഷധികളിൽ വരാനായിരിക്കും എന്തായിരിക്കുന്നത് സാധ്യതയായിരിക്കുന്നത്. ജ്ഞാനപ്പാനയിൽ വളരെ നന്നായിട്ട് അത് പറയുന്നുണ്ട് അല്ലെ. നരൻ മരിച്ച് നരിയായിട്ട് ജനിക്കുന്നു, നരി നരനായിട്ട് ജനിക്കുന്നു, ഇതൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഇനി ഓഷധികളായിട്ടാണ്, ചിലപ്പോൾ വൃക്ഷലതാദികളായിരിക്കാം. ഏതാണെങ്കിലും യദി തത്ര തേ ഹിതം ഓഷധിഷു പ്രതിഷ്ഠ. ഇതിൽ എവിടെയാണെങ്കിലും അങ്ങ് പ്രതിഷ്ഠിതനാകൂ. എനിക്ക് ചെയ്യാവുന്നത് ഇത് മാത്രമാണ് ചെയ്യാവുന്നത്. എന്റെ പരമാവധി ഞാനിതാ ചെയ്യുന്നു. അങ്ങയുടെ ശരീരം പൊതിഞ്ഞിട്ടുള്ള ഈ കച്ച പോലും ഞാൻ എന്ത് ചെയ്യുന്നു? നാഭിദേശത്ത് ഞാൻ അതൊന്ന് മുറിക്കുന്നുണ്ട്, അങ്ങയുടെ പ്രാണന്റെ നിർഗമനത്തിന് യാതൊരു തടസ്സവും വരാതിരിക്കാനായിട്ട്. കാരണം മരിച്ചാലും പ്രാണൻ എവിടെയുണ്ട്? ശരീരത്തിനുള്ളിലുണ്ടെന്നാണ്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് അതിന്റെ നിർഗമനത്തിന് തടസ്സം വരാതിരിക്കാൻ മരിച്ചാളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കൊണ്ടുപോയി ഫ്രീസറിൽ വെക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ നിയമം. മരിച്ചു കഴിഞ്ഞാൽ ഉടൻ ബന്ധുക്കളെ അറിയിക്കാൻ ഒരു കൂട്ടര് ബന്ധുക്കളെ അറിയിക്കാൻ പോവാ, ഒരു കൂട്ടര് എന്താണ് വിറക് വെട്ടാൻ പോവാ, ദഹിപ്പിക്കാനുള്ള ചന്ദനമാണ് വേണ്ടത്. അതിന് പറ്റുന്നില്ലെങ്കിൽ എന്താണ് മാവ്. കാരണം അണുനാശക ശക്തി ചന്ദനത്തിന് കഴിഞ്ഞ പിന്നെ മാവിനാണത്രേ. അപ്പൊ ഇത് ആള് മരിക്കുന്നത് എന്താണ്? രോഗം കീഴ്പ്പെടുത്തിയിട്ടാണ്. അപ്പൊ അണു വിമുക്തി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മാവ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് വെട്ടാൻ പോയ ആള് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഉടനെ തന്നെ ദഹിപ്പിക്കുക എന്നുള്ളതാണ്. ബന്ധുക്കളെ അറിയിക്കാൻ പോയ ആളുകൾ പോലും തിരിച്ചു വരുന്നതിന് മുൻപ് ശവദാഹം നടത്തും. കാരണം എന്താണ്? അത്രയ്ക്ക് ഈ പ്രാണൻ അതിനുള്ളിൽ കിടന്ന് വിഷമിക്കുന്നു എന്നാണ് അല്ലെ. പ്രാണൻ അപാനൻ ലയിക്കുന്നു, അപാനൻ സമാനനിൽ, സമാനൻ ഉദാനനിൽ, എല്ലാം കൂടെ അവസാനം എന്താണ്? വ്യാനനിൽ ലയിക്കുന്നു. ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന പ്രാണനാണ് വ്യാനൻ അല്ലെ. പ്രാണൻ എവിടെയാണ്? ഹൃദി പ്രാണഹ, ഹൃദയത്തിലാണ് പ്രാണൻ. ഗുദേ അപാനഹ, ഗുദത്തിലാണ് അപാനവായു ഇരിക്കുന്നത്. സമാനോ നാഭി സംസ്ഥിത, സമാനവായു നാഭിയിൽ വർത്തിക്കുന്നു. ഉദാന കണ്ഠദേശസ്ഥ, ഉദാനൻ കണ്ഠത്തിൽ വർത്തിക്കുന്നു. വ്യാന സർവശരീരക, വ്യാനൻ സർവശരീരത്തിലും വ്യാപിച്ചിരുന്നു. കാരണം നമ്മൾ പഞ്ചപ്രാണങ്ങൾ എന്നൊക്കെ പറയുന്നു. പ്രാണൻ ഒന്നേ ഉള്ളൂ, മറ്റ് 5 വായുക്കൾ. അപ്പൊ അതിൽ ലീനമായിരിക്കുമ്പോ അതുകൊണ്ടാണ് അന്ത്യേഷ്ടിയെ ചിലര് സംസ്കാരമായിട്ട് കൂട്ടുന്നത്. അതായത് പ്രാണൻ ആ ശരീരത്തിൽ ഉണ്ട്, അതിന്റെ നിർഗമനം അവിടെ മാത്രമേ നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ചിലര് അന്ത്യേഷ്ടിയെ 16ാമത്തെ സംസ്കാരമായിട്ട് കൂട്ടുന്നത്. ചിലർ അതിനെ കൂട്ടുന്നില്ല, അന്ത്യേഷ്ടിയെ 16ാമത്തെ സംസ്കാരമായിട്ട് കൂട്ടുന്നില്ല. കാരണം അവർ പറയുന്നത് ജീവനുള്ള ശരീരത്തിനാണ് സംസ്കാരം, പ്രാണൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സംസ്കാരം ഇല്ലെന്നാണ് ചിലർ പറയുന്നത്. എങ്ങനെയാണെങ്കിലും ഈ സംസ്കാരങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട് അല്ലെ. ഇരിക്കട്ടെ. അപ്പോ ഇങ്ങനെ ഈ വിധത്തിലാണ് ഇത് എങ്ങനെയായിട്ടിരിക്കുന്നത്? ശരീരത്തിൽ ഈ പ്രാണൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതായ ഈ ശരീരം എന്തായിത്തീരുന്നു? പല പല അവസ്ഥകളെ പ്രാപിക്കുന്നു. ഇതേതാണെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞതിൽ എന്താണ്? ചിലത് നമുക്ക് സ്പൃഹണീയമായിട്ടുള്ള സ്വർലോകാദി പ്രാപ്തികൾ, സ്പൃഹണീയ തമമായിട്ടുള്ള എന്താണ്? ഇതൊന്നുമില്ലാതെ എന്താണ്? മുക്തിയെ പ്രാപിക്കുന്നതാണ്. ഇനി അതും ആകട്ടെ നമുക്ക് അറിഞ്ഞുകൂടാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഉദകുംഭം, ജലകുംഭം, ആ ജലകുംഭം നമ്മൾ എന്താണ്? ഈ ചിതയെ ചുറ്റി നടന്നുകൊണ്ട് നമുക്ക് പറ്റുന്നത്ര ശക്തിയിൽ നമ്മൾ പിന്നാക്കം എറിഞ്ഞ് തിരിഞ്ഞു നോക്കാതെ നമ്മൾ പോരുന്നതിന്റെ അർത്ഥം എന്താണ്? ഇതിലപ്പുറം ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നതല്ല. മനുഷ്യന്റെ ശക്തിക്ക് അപ്പുറമാണ് ബാക്കിയെല്ലാം. അവിടെ നമ്മൾ തിരിഞ്ഞു പോരുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഉദർക്കമായിട്ടുള്ള ഇതിലേതാണ് നമുക്ക് സാധ്യമായിട്ട്? ഇത് ചിലത് വലിയ ദോഷമില്ല എന്ന് തോന്നും, പക്ഷെ വേറെ ചിലത് എന്താണ്? നീചയോനി സംക്രമണം എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെയേറെ സങ്കടകരമായിട്ടാണ്. ഏതാണെങ്കിലും യത് ഉദർക്യതേ തസ്മാത്, യാതൊന്നാണോ നമുക്കായി ഇനി വിഭാവനം ചെയ്യാൻ പോകുന്ന അവസ്ഥ, അതിൽ നിന്ന്
നമ്മളെ രക്ഷിക്കട്ടെ എന്നർത്ഥം. ആരാണ്? ശ്രീ അനന്താലയ വസതിഹി, ശ്രീമത്തായ അനന്താലയം, തിരു അനന്തപുരം, അതാണല്ലോ അനന്തപുരത്ത് വസതി ചെയ്യുന്ന, അതായത് കുടികൊള്ളുന്നവനായ രമാരത്നഗർഭ ആമുക്താംഗ, രമാ രത്നഗർഭ ആമുക്താംഗ, രമ, രമ എന്ന് പറഞ്ഞാൽ രമാദേവി, രമാദേവിയാണ് ആരാണ്? ശ്രീ മഹാലക്ഷ്മി, മഹാലക്ഷ്മി. രത്നഗർഭ, രത്നഗർഭ എന്ന് പറഞ്ഞാല് വസുന്ധര, രത്നങ്ങളെ ധരിക്കുന്ന, വസുക്കളെ ധരിക്കുന്ന വസുന്ധര ഭൂമിദേവി. അപ്പോ ഭൂമിദേവിയാലും രമാദേവിയാലും ശ്രീദേവിയാലും ആമുക്താംഗ, അവരാൽ കൈവശപ്പെടുത്തപ്പെട്ടിട്ടുള്ള അംഗങ്ങളോട് കൂടിയവൻ, അഥവാ അവരാൽ അലങ്കൃതമായ അംഗങ്ങളോട് കൂടിയവൻ, അല്ലെ? ക്ഷമാ രമാലങ്കൃത പാർശ്വഭാഗ, അങ്ങനെയുള്ള ആ ദേവൻ. പിന്നെ സേവ്യ, സേവ്യൻ എന്ന് പറഞ്ഞാൽ ആരാലും സേവിക്കപ്പെടുവാൻ യോഗ്യനായിരിക്കുന്നവൻ, പരിസേവനം ചെയ്യപ്പെടുവാൻ യോഗ്യനായിരിക്കുന്നവൻ. പിന്നെ എങ്ങനെയുള്ള ദേവനാണ്? നിരുപമ കരുണാപൂർണ ദൃക്, നിരുപമമായ കരുണ കൊണ്ട് പൂർണമായ ദൃക്കോട് കൂടിയിരിക്കുന്നവൻ. ദൃക്ക് കണ്ണ്, നിരുപമമായിട്ടുള്ള അനുപമമായ കരുണാപൂർണമായ ദൃക്കോട് കൂടിയിരിക്കുന്നവൻ. എപ്പോഴും ആ കണ്ണുകൾ എങ്ങനെയാണ്? കരുണാമസൃണമാണ്. കരുണാമസൃണമായ കണ്ണുകളോട് കൂടിയിരിക്കുന്നവനായ ആ ദേവൻ പത്മനാഭ, പത്മം, പത്മം നാഭിയിൽ ഉള്ളവൻ, അല്ലെ? പത്മനാഭ. പലരും പലരും പത്മനാഭ, പത്മനാഭൻ എന്ന് പറയുമ്പോ എന്താണ്? ശരിയായ ഭക്തൻ എപ്പോഴും വന്ന് പത്മനാഭ എന്നാണ്, അല്ലേ? ആ ഉച്ചാരണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പത്മനാഭ, പത്മനാഭൻ പലരും പറയും. അത് പദത്തിന്റെ മധ്യത്തിലുള്ള പദമായിട്ട് ന എന്ന് ഉച്ചരിക്കും. പക്ഷെ എന്താണ്? പലപ്പോഴും പ്രത്യേകിച്ച് തിരുവിതാംകൂറിലെ രാജാക്കന്മാരൊക്കെ പറയുമ്പോൾ അവര് പത്മനാഭ എന്ന് തന്നെയാണ് പറയുന്നത്, പത്മനാഭിയിലുള്ളവൻ, അല്ലെ? നാഭിപ്രരൂഢ അംബുരുഹാസനേന സംസ്തൂയമാനഹ. ഭഗവാന്റെ ആ യോഗനിദ്ര എങ്ങനെയുള്ളതാണ്? യോഗ സമുദ്രത്തിലെ ശയനം എങ്ങനെയാണ്? കാളിദാസൻ അതിനെ പറഞ്ഞിരിക്കുന്നത് നാഭിപ്രരൂഢ അംബുരുഹാസനേന സംസ്തൂയമാന പ്രഥമേന ധാത്ര അമും യുഗാന്തോജിതയോഗ നിദ്രഹ സംഹൃത്യ ലോകാൻ പുരുഷോധിശേദേ. നാഭിയിൽ നിന്ന് പ്രരൂഢമായിരിക്കുന്ന അംബുരുഹത്തിൽ ഇരുന്നു കൊണ്ട് ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നു? ബ്രഹ്മാവ് ഈ ദേവനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു. സംസ്തൂയമാനഹ പ്രഥമേന ധാത്ര. അങ്ങനെയുള്ള ആ ദേവൻ എവിടെയാണ്? ഈ സമുദ്രത്തിൽ യുഗാന്തോചിത യോഗനിദ്രയെ പ്രാപിച്ച് കിടക്കുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ പത്മനാഭം, പത്മനാഭൻ എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മാവ് സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മാവ് പത്മാസനാണ്. ആ പത്മാസനൻ എവിടെയാണ് ഇരിക്കുന്നത്? വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ഉളവായതായ ആ പത്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ആ പത്മം നാഭിയിൽ ഉൾക്കൊള്ളുന്നവൻ എന്ന് പറയുമ്പോൾ എല്ലാറ്റിനും സമസ്ത പ്രപഞ്ചത്തിനും ആധാരമായി വർത്തിക്കുന്നത് എന്ന അർത്ഥമാണ് ഇതിലൂടെ പ്രപഞ്ചനം ചെയ്യപ്പെടുന്നത്. കാരണം ആ പത്മത്തിലാണ് ആര്? ബ്രഹ്മാവ്. അതിൽ നിന്നാണ് പിന്നെ എന്തുണ്ടാകുന്നത്? മറ്റ് സൃഷ്ടികളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോ അങ്ങനെയുള്ള ആ പത്മനാഭ യത് അനുപമധാമിനി, ഏതൊരു അനുപമമായ ധാമത്തിലാണോ? ധാമം എന്നുള്ളതിന് വസതി, ആലയം, മന്ദിരം എന്നർത്ഥം. ഏതൊരു ദേവന്റെ അനുപമമായ ധാമത്തിലാണോ, മന്ദിരത്തിലാണോ, അതായത് ഈ ക്ഷേത്രത്തിൽ, പത്മനാഭ സ്വാമിയുടെ ക്ഷേത്രത്തിൽ സുഖമയ പരമാദിത്യ ബിംബ സ്വഭാവാഹ, സുഖമയമായിരിക്കുന്ന ആദിത്യ പരമ സ്വഭാവ, സുഖമയ പരമാദിത്യ ബിംബ സ്വഭാവ, സുഖമയവും പിന്നെന്താണ്? പരമവുമായ ആദിത്യ ബിംബം, സൂര്യബിംബത്തിന്റെ സ്വഭാവത്തോട് കൂടിയവൻ, സുഖമയവും പരമവുമായ സൂര്യബിംബത്തിന്റെ സ്വഭാവത്തോട് കൂടിയവൻ. എവിടെയാണിത് സുഖമയമാവുക? അത് ബാലാർക്കൻ, അല്ലെ? ഉദയസൂര്യൻ. ആ സമയത്താണ് മാർത്താണ്ഡദേവൻ ഏറ്റവും പ്രതാപത്തോടു കൂടി പ്രോജ്വലത്തായിരിക്കുന്ന സമയത്ത്
ഉജ്ജ്വലിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, നോക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇവിടെ വളരെ മസൃണമായിട്ടുള്ള അവസ്ഥയിൽ എന്ത് ചെയ്യുന്നു, ആർക്കും ദർശിക്കാവുന്ന വിധത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കുടികൊള്ളുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ. അപ്പോ സുഖമയവും പരമവുമായ ആദിത്യബിംബത്തിന്റെ സ്വഭാവത്തോടെ അവിടെ ആരും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ബ്രഹ്മേശ ബ്രഹ്മ ഈശാന അച്യുതാദ്യാഹ, ഈ ദേവൻ മാത്രമല്ല, അവിടെ ഇനി പല പല ദേവന്മാരും ഇങ്ങനെ വർത്തിക്കുന്നുണ്ട്. എന്താണ്? സുഖമയമായ പരമ ആദിത്യ സ്വഭാവത്തോടെ. എന്താണത്? ഇപ്പൊ ഇവിടെ അനന്തശയനം ഏത് ദേവനാണ്? വിഷ്ണു ഭഗവാനാണ്, നമുക്ക് അറിയാം. ഭഗവാൻ നാരായണൻ തന്നെയാണ്. അപ്പോഴും ഈ നാരായണൻ ഇവിടെ അനന്തന് മുകളിൽ ശയിക്കുമ്പോഴും ആ ദേവനെ പരിചരിക്കുന്നതിനുള്ള മനോഭാവത്തോടുകൂടി സുഖമയ പരമാദിത്യ ബിംബ സ്വഭാവരായി ബ്രഹ്മ ഈശാന അച്യുതാദികൾ അവിടെ വർത്തിക്കുന്നു. അവിടെയാണ് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാനായിട്ട് സാധ്യത. ആ ദേവനാണല്ലോ ഇവിടെ വർത്തിക്കുന്ന, അനന്തനിൽ ശയിക്കുന്നത്. അനന്തനിൽ വിഷ്ണു ഭഗവാൻ ശയിക്കുമ്പോ പിന്നെ എങ്ങനെയാണ് ബ്രഹ്മാവും ഈശാനനും അച്യുതനും ആയിട്ടുള്ള അച്യുത ആദികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെയും ഏതൊക്കെ ദേവതകളുണ്ടോ ദൈവതങ്ങളുണ്ടോ അവർ സമസ്തം അവിടെ ഉളവായിട്ടുള്ള ഒരവസ്ഥയാണ്. അപ്പോ അവിടെയാണ് നമ്മൾ ഉപനിഷത്തിൽ നമ്മൾ വായിക്കാറുള്ള ഒരു വാക്യമുണ്ട്. എന്താണ്? ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ എന്ന് പറയുന്നത് ഇവിടെ തെളിഞ്ഞ് കാണാൻ പറ്റും, അല്ലെ? ഈ ബ്രഹ്മം എന്ന് പറയുന്നത് അത് പൂർണ്ണമാണ്, പരിപൂർണമാണ്. ആ ബ്രഹ്മം അത് പരിപൂർണമാണ്. പൂർണ്ണം ഇതും, ഇതും പൂർണ്ണമാണ്. ഏത് പൂർണ്ണമാണ്? അത്ര അനന്തോപരി ശയാനഃ അയം ദേവഃ അഭിപൂർണഃ. ഈ അനന്തന് മുകളിൽ ശയിക്കുന്ന ഈ ദേവനും പൂർണ്ണനാണ്. എല്ലാറ്റിനും ഹേതുവായിട്ട് നമ്മൾ പറയുന്ന ആ പരമാത്മ ചൈതന്യവും പൂർണ്ണമാണ്. പൂർണ്ണം അധഃ, അത് പൂർണ്ണമാണ്. ഇതം പൂർണ്ണഃ, ഇതും പൂർണ്ണമാണ്. ഇതും പൂർണ്ണമെന്ന് പറഞ്ഞത് എന്താണ്? അത്ര ശയാനം ദൈവതം അഭിപൂർണഃ. ആ പരമാത്മാവ് പൂർണ്ണം, ഇതും പൂർണ്ണമാണ്. പൂർണ്ണസ്യ പൂർണ്ണമാതായ, പൂർണ്ണമായതിൽ നിന്ന്, പൂർണ്ണമായ അതിൽ നിന്ന് പൂർണ്ണമായ ഇത് എടുത്താലും പൂർണ്ണമേവ അവശിഷ്യതേ. വീണ്ടും അതെന്താണ്? അത് പൂർണ്ണമായി തന്നെ അവശേഷിക്കുന്നു. അപ്പോ എന്താണ് ഇതിന്റെ ഒരു വലിയ രഹസ്യം? ഇവിടെ നിഗൂഹനം ചെയ്യപ്പെടുന്ന അവസ്ഥയിലാണ് ഇവിടെ ഈ പ്രതിഷ്ഠ ഉള്ളത്. അത് നിഗൂഢമായി തന്നെ ഇരിക്കുകയാണ്. നമുക്കപ്പോഴും ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഏതാണ്ട് നമ്മളിപ്പോ ഒരു ജലാശയത്തിൽ നിന്ന് നമ്മളൊരു കുടത്തിൽ വെള്ളം, ഒരു കുടം വെള്ളം നമ്മളിങ്ങനെ മുക്കിയെടുത്താൽ ഒരു കുളമാണെന്ന് വിചാരിക്കുക. അത് സ്വച്ഛമായിട്ട് കിടക്കുന്ന, തിരകളൊന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു ആശയമാണ് ജലാശയം, കുളം. അതിൽ നമ്മളൊരു കുടം വെള്ളം മുക്കിയെടുത്താൽ അവിടെ നമുക്കൊരു കുഴി കാണാനില്ല അവിടെ, അല്ലേ? അതൊന്ന് മുക്കിയെടുത്താലും അത് കാണാനില്ല. ഇതുപോലെ തന്നെയാണ് പൂർണ്ണമായതിൽ നിന്ന്, ഒരു പൂർണ്ണമായ ജലാശയത്തിൽ നിന്ന് പൂർണ്ണമായ ഒരു ഉദകുംഭം നമ്മൾ അതെന്ന് മുക്കിയെടുത്തു. പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യതേ. അതെന്തായിരിക്കുന്നു? അത് പൂർണ്ണമായി തന്നെ അവശേഷിക്കുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, അവിടെ വേണമെങ്കിൽ ഒരു കുടം വെള്ളം എന്തായാലും അതിന് പോന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. ഏകദേശം നമുക്ക് കാണാവുന്ന ഒരു സാദൃശ്യം, ഏതാണ്ട് സദൃശമായ ഒന്ന് അത് മാത്രമാണെന്ന് മാത്രമേ. അപ്പൊ എന്താണ് ഇവിടെ ശരിക്ക് പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യതേ എന്നുള്ള ഉപനിഷത് മന്ത്രത്തിന്റെ ഒരു ആവിഷ്കാരം ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ദേവൻ ഇവിടെ അനന്തനിൽ ശയിക്കുമ്പോഴും എന്താണ്? ബ്രഹ്മ ഈശാനൻ ശിവനാണല്ലോ. അച്യുതാദികളായിട്ടുള്ള ദേവന്മാരെല്ലാം സേവാവൃത്യ സമേതാഹ, ഈ ദേവനെ സേവിക്കുന്നതിനുള്ള വൃത്തിയോടെ, സേവിക്കുന്നതിന് സന്നദ്ധരായി, പരിജനങ്ങളായി അവിടെ വർത്തിക്കുന്നത് പോലെ കാണാം. സമേതാഹ ഇവ തിഷ്ഠതി, എല്ലാവരും അവിടെ വന്നു ചേർന്ന പോലെ കാണുന്നു ഈ ദേവന്. സഹ അയം
അസ്മാൻ ഉദർക്കാത് അവ്യാത്. ആ ദേവൻ നമ്മളെ രക്ഷിക്കട്ടെ. അപ്പൊ അന്വയക്രമത്തിൽ അർത്ഥം പറയണേ എങ്ങനെ തീർന്നു? ശ്രീ അനന്താലയ വസതി, ശ്രീമത്തായ അനന്താലയത്തിൽ തിരു അനന്തപുരത്ത് കുടികൊള്ളുന്ന രത്നഗർഭ ആമുക്താംഗ, രമയാലും രത്നഗർഭയാലും ആമുക്തമാക്കപ്പെട്ട, ആവരണം ചെയ്യപ്പെട്ട, സ്വീകരിക്കപ്പെട്ട അംഗങ്ങളോട് കൂടിയവനും എല്ലാവർക്കും സേവിക്കുവാൻ യോഗ്യനായിരിക്കുന്നവനും നിരുപമ നിരുപമമായിട്ടുള്ള കരുണ നിറഞ്ഞതായ കണ്ണുകളോട് കൂടിയവനും പത്മനാഭനും, പത്മം നാഭിയിലുള്ളവനും ആയ ആ ദേവൻ ഏത് അനുപമേധാമിനി, ഏതൊരു ദേവന്റെയാണോ നിരുപമമായ ആ വസതിയിൽ, മന്ദിരത്തിൽ സുഖമയ പരമാദിത്യബിംബ സ്വഭാവ, സുഖമയമായ പരമ ആദിത്യബിംബത്തിന്, അതായത് ആർക്കും ദർശിക്കാവുന്ന വിധത്തിൽ സൗമ്യമായ ഭാവം പൂണ്ടിരിക്കുന്ന സൂര്യബിംബം പോലെ ബ്രഹ്മാവ്, ഈശാനൻ, അച്യുതൻ മുതലായ ദേവന്മാരെല്ലാം സേവാ നിരതരായി സേവനം ചെയ്യുന്നതിൽ തത്പരരായി വന്നിരിക്കുന്നത് പോലെ തോന്നുന്നുവോ. അപ്പൊ എല്ലാ ദേവന്മാരും അവിടെ ഈ ദേവനെ എന്താണ് ചുറ്റിപ്പറ്റി ആവരണം ചെയ്ത് നിൽക്കുന്നത് പോലെയാണ് അവിടുത്തെ ആ സങ്കല്പം. അങ്ങനെയുള്ള സഹ അയം അസ്മാൻ ഉദർക്കാത് അവ്യാത്, അങ്ങനെയുള്ള ആ ദേവൻ നമുക്ക് വരാനിരിക്കുന്ന പുണ്യങ്ങളുടെ എന്താണ് പരിണാമമായി നമുക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗം മുതലായിട്ടുള്ള സ്പൃഹണീയ അവസ്ഥകൾ അതിനെ ഇല്ലാതാക്കട്ടെ. അല്ലെങ്കിൽ എന്താണ് നമുക്കുണ്ടാകാൻ പോകുന്നതായ നരകാദ്യാവസ്ഥകളോ പുനർജന്മാദികളോ ഉണ്ടാകുന്ന അതിനെയും എന്ത് ചെയ്യട്ടെ, ഇല്ലാതാക്കട്ടെ. എന്തുകൊണ്ടാണ് രണ്ടിനെയും ഇല്ലാതാക്കുന്നത്? രണ്ടും മുക്തിക്ക് തടസ്സമാണ്. സ്വർഗാദിലോകങ്ങൾ കിട്ടിയാൽ എന്താണ് പറയുന്നത്? ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, വീണ്ടും ഇങ്ങോട്ട് തന്നെയാണ്. അപ്പൊ മുക്തിക്ക് തടസ്സമാണ്. സ്പൃഹണീയ പുണ്യഫലങ്ങളാണെങ്കിലും പാപഫലങ്ങളാണെങ്കിലും മുക്തിക്ക് തടസ്സമാണ് എന്നുള്ളത് കൊണ്ട് പുണ്യപാപങ്ങളുടെ ഫലമായി നമുക്ക് വരാൻ പോകുന്ന എല്ലാ അവസ്ഥാവിശേഷങ്ങളെയും ആ ദേവൻ നീക്കിക്കളയട്ടെ എന്ന അർത്ഥം. അവ്യാസേവ്യ ശ്രീനന്ദാലയ വസതിരുദർക്കാത് രമാരത്നഗർഭാമുക്താംഗ സോയമസ്മാൻ നിരുപമ കരുണാപൂർണ ദൃക്പത്മനാഭഃ സേവാവൃത്യാ സമേത ഇവ യദനുപമേധാംനി തിഷ്ഠന്തി ദേവാ ബ്രഹ്മേശാനച്യുതാദ്യാഃ സുഖമയ പരമാദിത്യബിംബ സ്വഭാവാഃ. ഐശ്വര്യസമ്പൂർണമാം അനന്തപുരിയിലെ മഹാക്ഷേത്രം ഗേഹമാക്കി മഹാലക്ഷ്മിയും ഭൂമിദേവിയും ചേർന്നലങ്കരിച്ചതാം ദേഹത്തോടുകൂടി ആർക്കും സേവിക്കാനാവുന്ന ദേവനായി അനുപമ കൃപാ കടാക്ഷമോടെ നാഭിയിൽ താമരപ്പൂ ചൂടി ശയിക്കും ഭഗവാൻ മഹാവിഷ്ണുവിൻ അനുപമമാം മന്ദിരത്തിൽ സുഖമയ പരമാദിത്യബിംബം പോൽ പ്രജ്വലം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ നിൽക്കുന്നു ഭവത് പരിചരണ വ്യഗ്രരായി. ഏവം അനന്തശായിയായി തിരു അനന്തപുരിയിൽ വിരാജിക്കും പത്മനാഭൻ ഇനിയും വരാനിരിക്കും കർമ്മഫലങ്ങളിൽ നിന്നു നമ്മെ രക്ഷിച്ചിടട്ടെ. ഈ സാറിന്റെ ഈ രണ്ട് ശ്ലോകങ്ങളിലൂടെ ഉള്ള വ്യാഖ്യാനത്തിൽ കൂടി നമ്മളെ ഏതെല്ലാം പ്രതലങ്ങളിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത് എന്ന് പറയാൻ പ്രയാസമാണ്. എത്രമാത്രം വൈവിധ്യവും വൈശിഷ്ട്യവുമായിരുന്നു സാറിന്റെ ഈ രണ്ട് ശ്ലോകങ്ങളുടെ വ്യാഖ്യാനത്തിലൂടെ നമ്മുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോയത്. ഗംഗയുടെ ആവിർഭാവത്തെ പറ്റി പറയുമ്പോൾ, അതിന്റെ പ്രഭാവത്തെ പറ്റി പറയുമ്പോൾ പ്രസ്ഥാനത്രയമായിട്ടുള്ള സാദൃശ്യം സാറ് കണ്ടെത്തുന്നു. അതുപോലെ ഈ അവസാനം പറഞ്ഞു നിർത്തിയ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ സകലതം പൂർണ്ണമിതം പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഈ ശ്ലോകത്തിന് ഇത്രമാത്രം വ്യക്തമായ ഒരു വ്യാഖ്യാനം വളരെ ദൃഷ്ടാന്തപരമായിട്ട് കാട്ടിത്തരാൻ
സാറിന്റെ വ്യാഖ്യാനത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല. അതുപോലെ ഇവിടെ മറ്റ് പലരും ഇതിനെപ്പറ്റി അവരുടെ അഭിപ്രായം പറയാനായിട്ട് കണ്ടേക്കും. ആദ്യമായിട്ട് ബാലകൃഷ്ണൻ നായരോട് മഹാവിഷ്ണുവിനെ സേവിക്കാൻ മഹാവിഷ്ണു പോലും വ്യഗ്രമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് അത് ഞാനിങ്ങനെ എഴുതിയപ്പോ എനിക്ക് തന്നെ ഒരു സംശയം തോന്നിയത്. ഏതായാലും സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നപ്പോ അതിനൊരു സംശയ നിവൃത്തി ഉണ്ടായി. ഹരിയോ സാറ് മ്യൂട്ടാണോ? ബാലകൃഷ്ണൻ സാറ് പറഞ്ഞോട്ടെ. ബാലകൃഷ്ണൻ സാറ് പറയാനുണ്ടെന്നല്ലേ പറഞ്ഞു? എനിക്കത് പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ വളരെ നന്നായി. ഞാനും മ്യൂട്ടിലാണോ? ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോ പ്രത്യേകിച്ച് ഒരു കാര്യം മാത്രം ചോദിക്കാം. സമയം ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ നമുക്ക് വിട്ടുകളയാം. ചോദിക്കട്ടെ സാറേ? കേൾക്കുന്നുണ്ടോ? ചോദിക്കൂ ചോദിക്കൂ. അവിടെ ആദ്യത്തെ ശ്ലോകത്തില് ഈയത എന്ന് പറയുമ്പോൾ അത് എൻ ധാതു എന്ന് വരുന്ന ഏതി യതഹ യന്തി, അതിൽ നിന്ന് വരുന്ന ആ ധാതുവാണോ അവിടെ? അതെ 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 യന്തി അത് തന്നെയാണ്. അതൊരു സംശയം ഉണ്ടായിരുന്നു. നന്നായിരുന്നു. വളരെ 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 അർത്ഥഗർഭമായ കാര്യങ്ങളാണ്. ആ സംശയം എല്ലാവർക്കും ഉണ്ടാകും. കാരണം ഇവിടെ പത്മനാഭസ്വാമിയെ കുറിച്ച് പറയുമ്പോൾ പിന്നെ അവിടെ ബ്രഹ്മാവും ശിവനും എല്ലാവരും സേവിക്കാനിരിക്കുന്ന പോലെ സേവാവൃത്യ സമേത ഇവ എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെയാണ് അനന്തശയനം ചെയ്യുമ്പോൾ അവര് സേവിക്കുന്ന പോലെ തോന്നും എന്നുള്ള രീതിയിൽ എടുക്കാം, അല്ലേ? കേട്ടില്ലെന്ന് തോന്നുന്നു സാർ. അതെ, അങ്ങനെ തന്നെയാണ്. സേവിക്കാൻ എന്നതുപോലെ അവരവിടെ വന്ന് നിൽക്കുന്നു. അവിടെ അതിന് തന്നെയാണ്. അത് ഇവാന്നൊന്നുമില്ല, അവിടെ സേവ തന്നെയാണ് അവിടെ ഉള്ളത്. നന്നായിരുന്നു. നന്ദി, നമസ്കാരം സാർ. വേറെ അഭിപ്രായങ്ങളോ സ്വാമൻ വല്ലതും അൺമ്യൂട്ട് ചെയ്താട്ടെ. എന്തു പറയാനാണ്? എന്റെ വളരെ ഗംഭീരമായ ആശയങ്ങളും സാറ് നമ്മളെ പല വഴിക്കൂടെ കൊണ്ടുപോയി. ഒരുപാട് കാര്യങ്ങൾ ഈ ശ്ലോകത്തിൽ കൂടെ അതിന് പുറത്തുള്ള കാര്യങ്ങളും പറഞ്ഞു നന്നാക്കി. അത് വലിയൊരു കാര്യമാണ്, വലിയൊരു അറിവാണ്. നമ്മൾ ഈ ശ്ലോകത്തിന്റെ മീനിങ് വയ്ക്കുമ്പോൾ വരെ ഒരുപാട് തലങ്ങളിലേക്ക് സാറ് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. അന്ത്യേഷ്ടി കർമ്മങ്ങളെ പറ്റി പറഞ്ഞതിന്റെ എത്രയോ മഹത്തായ ഒരു വ്യാഖ്യാനമാണ് നമ്മൾ. അതെ 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 അതുപോലെയുള്ള കാര്യങ്ങളെ പറഞ്ഞ ഓരോ പദ്യം എടുക്കുമ്പോഴും സാർ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള തലങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു. സമാധാനം രണ്ടും ഗംഭീരായി. സാറ് വ്യാഖ്യാനിച്ച സൂര്യൻ ചക്ഷുർ ഗച്ഛതു എന്നുള്ള അത് എവിടുന്നാണ് സാർ? ഇതിന് ഏകദേശം സമാനമായിട്ടുള്ള ഇത് ഈശാവാസ്യത്തിലെ 17-18 മന്ത്രങ്ങള് നമുക്ക് ഉപമിക്കാമോ? എന്താണ് പറയുന്നത്? അവിടെ പറയുന്നുണ്ടല്ലോ, വായുരനിലും അമൃതമധേയം ഭസ്മാന്തം ശരീരം തുടങ്ങുന്ന അത് തന്നെയാണ്. ഓം ക്രതോ സ്മരകൃതം, ഓം ക്രതോ സ്മരകൃതം കൃതം സ്മര. അവിടെയല്ലേ പറയുന്നത്. അവിടെയല്ലേ നമ്മൾ പെട്ടുപോകുന്നത്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്, പക്ഷെ എന്താണ് നിവൃത്തിയില്ല. ഞങ്ങൾക്ക് അത്രയ്ക്കേ ഉള്ളൂ. ഓം ക്രതോ സ്മരകൃതം, അതാണ് നീ ചെയ്ത പ്രവൃത്തികൾ നീ ഓർക്കുക എന്നാണ്. അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് ആ കുടം നമ്മൾ വലിച്ചെറിയുന്നുണ്ടല്ലോ, അത് വലിയൊരു പ്രതീകമാണിത്. അതങ്ങ് വലിച്ചെറിയുമ്പോ എന്താണ്, ഇത്രയ്ക്കേ കഴിവുള്ളൂ ഞങ്ങൾക്ക്, അല്ലേ? ഞങ്ങളെ കൊണ്ടാവുന്നത് ഞങ്ങള് ചെയ്തു, ഇനി അങ്ങ് പോവുക. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കാൻ പോലും കെൽപ്പില്ലാതെയാ നമ്മൾ ശരിക്കും പോകുന്നത്. അപ്പോ അത് ഈ ക്രതോ സ്മരകൃതം അത് തന്നെയാണ് അവിടെ. ഇതം ഭസ്മാന്തം ശരീരം, ഓം ക്രതോ സ്മരകൃതം. അങ്ങയുടെ ശരീരം എന്താണ്? ഇത് അതുകൊണ്ടാ ദേഹം എന്ന് തന്നെ പറയുന്നത്. ദഹിപ്പിക്കപ്പെടുന്നതാ ദേഹം. ഇതം ഭസ്മാന്തം ശരീരം. ഇതിന്റെ ശരീരം എന്താണ്? അവസാനം ഇത് ഭസ്മമാണ്. അതാണ്. അപ്പോ
അതെന്തായോട്ടെ, അത് അങ്ങനെ അതിന്റെ ഇതനുസരിച്ച് അങ്ങ് തന്നെ ചെയ്ത് അങ്ങയുടെ വിധികൾ മുഴുവൻ അങ്ങ് തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് അത് പോവുക. ഞങ്ങൾക്ക് തിരിച്ചു പോവുകയെ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്നത് നിസ്സഹായത പാരമ്യം കണ്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് ഓരോ സ്ഥലത്തും. അവസാനിപ്പിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ സമാപിക്കും. ഓം ഗുരുഭ്യോ നമഃ. മനോബുദ്ധ്യഹങ്കാരചിത്താനി നാഹം ന ജ ശ്രോത്രജിഹ്വേ ന ജ ഘ്രാണനേത്രേ ന ച വ്യോമഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന ച പ്രാണസഞ്ജോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതുർന വാ പഞ്ചകോശ ന വാത്പാണിപാദം ന ചോപസ്തപായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന മേ ദ്വേഷരാഗൗ ന മേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവഃ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദ ന യജ്ഞഃ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന മൃത്യുർന ശങ്ക ന മേ ജാതിഭേദ പിതാ നൈവ മേ നൈവ മാതാ ച ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അഹം നിർവികൽപോ നിരാകാരരൂപോ വിഭുത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം ന ചാസംഗതം നൈവ മുക്തിർന മേയ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഓം വിദ്യാധിരാജായ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം തത്സത് ഓം തത്സത് ഓം തത്സത്.